ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പോൾ അധികം പേരും നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണ്, വണ്ടി ഇന്ധനം നിറക്കുന്നവരാണ്, അതായത് പെട്രോളായിട്ടും ഡീസലായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എണ്ണ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മീറ്ററിലേക്ക് നോക്കും, എത്ര രൂപയായി, എത്ര എത്ര ലിറ്ററായി പെട്രോള് അല്ലെങ്കിൽ ഡീസല്, എത്ര രൂപയുടെ ആയി എന്നുള്ളത് നമ്മൾ നോക്കും. ഇപ്പോൾ പൈസ കൊടുക്കാൻ നേരത്താണെങ്കിലും നോക്കും. ചിലപ്പോൾ അത് നോക്കുന്നില്ല, നമ്മൾ പൈസ കൊടുത്ത് പോരും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില, പ്രൈസ്, അതേപോലെ ലിറ്ററിൻ്റെ കണക്ക്, അതിൻ്റെയൊക്കെ താഴെ ഉണ്ടാവും ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് സംഭവം. ആ ഡെൻസിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന പെട്രോളിൻ്റെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി വളരെ കുറഞ്ഞ ക്വാളിറ്റിയിലും അതുപോലെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്, ഐറ്റംസ് പെട്രോളും ഡീസലും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുക എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ കണക്ക് എത്രയാണെന്ന്. അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഡെൻസിറ്റീൻ്റെ കണക്ക് എങ്ങനെ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഡെൻസിറ്റി. അതായത് മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. അതായത് ഡെൻസിറ്റി, ഡീസലിന് ഡെൻസിറ്റി 820 ടു 860 അതിൻ്റെ ഉള്ളിലേ ആവാൻ പാടുള്ളൂ. അത് അല്ലെങ്കിൽ സീറോ. ചില പെട്രോൾ പമ്പിൽ എല്ലാം സീറോ ആയി കിടക്കുന്നുണ്ടാവും. അത് വളരെ കുറഞ്ഞ ക്വാളിറ്റി ആയിരിക്കും. വളരെ കുറഞ്ഞ ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഡീസലിന് കാണിച്ചു തരാം. ഡീസലിൻ്റെ ഇതാണ് ഈ മാർക്ക് ചെയ്ത സംഭവമാണല്ലോ. ഡീസൽ ഡെൻസിറ്റി അതായത് 820 ടു 860 അതിൻ്റെ ഉള്ളിലേ ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പെട്രോളിൻ്റെ എന്ന് പറഞ്ഞാൽ 720 ടു 775 ഈ റേഞ്ചിൽ വരാം. ഈ റേഞ്ചിലാണ് പെട്രോളും ഡീസലും ഡെൻസിറ്റി വരേണ്ടത്. ഈ ഡെൻസിറ്റിയാണ് ഇതിൻ്റെ ക്വാളിറ്റിയുടെ കണക്കാക്കുന്നത്. ചിലത് സീറോ ആയിരിക്കും, ചിലത് വളരെ കുറവായിരിക്കും, ചിലത് വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവിടേക്ക് എത്തി 720 അവിടേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഉറപ്പിക്കാം അത് വളരെ ലോ ക്ലാസ് ഇന്ധനമാണ്, വളരെ ലോ ക്ലാസ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ആണ്. മൈലേജ് കുറവായിരിക്കാം, എൻജിൻ കംപ്ലൈൻറ്റ്, അങ്ങനെ പല പ്രശ്നങ്ങളും അങ്ങനത്തെ ഉള്ളത് കൊണ്ട് വരാം. അപ്പോൾ നിങ്ങൾ ഇതിന് ഇതിന് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കംപ്ലൈൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, pgportal.go.in. ഇതിലാണ് കംപ്ലൈൻറ്റ് ചെയ്യുക. അതിൽ കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെയുള്ള ലീഗൽ മെട്രോളജി ഇതിൽ കംപ്ലൈൻറ്റ് ചെയ്യുക. ഇതിൽ രണ്ടിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവ് ഇതിന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസ് ഇല്ലായ്മ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതിൽ കംപ്ലൈൻറ്റ് ചെയ്യുക. അതിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ എന്തായാലും ഇതിനുള്ള തീരുമാനം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ലോക്കൽ എണ്ണയൊക്കെ അടിച്ച് വണ്ടി കംപ്ലൈൻ്റ് ആക്കാതെ നല്ല അടിപൊളി എണ്ണ അടിച്ച് നല്ല വണ്ടി കുട്ടാനായിട്ട് നടക്കണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള അടിപൊളി ന്യൂസുകൾ, അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ, താങ്ക് യു.